നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നു. ഇടക്കാല സർക്കാരിനെ ആര് നയിക്കുമെന്നതിൽ തീരുമാനം നീളുകയാണ്. സുശീല കർക്കിനൊപ്പം കൽമാൻ ഗിസിങ്ങിന്റെ പേരാണ് ഇപ്പോൾ സജീവ പരിഗണനയിൽ ഉള്ളത്. പാർലമെന്റ് പിരിച്ചുവിട്ട് ഭരണഘടനാ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യമാണ് ജൻസി പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നത്. മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, കഴിഞ്ഞ ദിവസം തന്നെ ജൻസികൾ അവരുടെ ആവശ്യങ്ങൾ പലതും മുന്നോട്ട് വെച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഭരണകൂടം മാറുക, അതിനപ്പുറം ഈ ഭരണഘടന പോലും ഭേദഗതി ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങണമെന്നുള്ളത്. പക്ഷേ ആരാണ് അവരുടെ പുതിയ ഭരണാധികാരിയായി എത്തേണ്ടത്, സർക്കാർ രൂപീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഈ ജൻസി പ്രക്ഷോഭകർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ്, അല്ലേ? ആര്യ, അതായത് 3 പേരുകളായിരുന്നു ഇത്തരത്തിൽ ഈ ജൻസി പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ളത് കുൽമാൻ സിംഗിന് ഉൾപ്പെടെ ഉള്ളവരുടെ പേരുകളായിരുന്നു. അതിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി, കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ എന്നിവരുടെ പേരുകളായിരുന്നു. അങ്ങനെ ഈ 3 പേരുകളായിരുന്നു. അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു നടപടി അവർ സ്വീകരിച്ചു വരികയാണ്. പക്ഷേ അതിനിടയിൽ തന്നെയാണ് ഈ പേരുകൾ ചൊല്ലി ചില തർക്കങ്ങൾ ഈ ജൻസി പ്രക്ഷോഭകർക്കിടയിൽ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. സൈന്യത്തിന് ഏകോപിപ്പിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അക്രമ സംഭവങ്ങൾക്കൊക്കെ ഒരു നേരിയ തോതിലൊരു അയവ് വരികയും ചെയ്തിട്ടുണ്ട്. സമാധാനത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സൈന്യം ഇപ്പോൾ വീണ്ടും കർഫ്യൂ രാജ്യവ്യാപകം വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സൈന്യം വളയുകയും ഒപ്പം തന്നെ ഇവരെയൊക്കെ മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും ഒക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ മന്ത്രിമാരുടെ കുടുംബമൊക്കെ ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നതും തൂങ്ങിക്കിടന്ന് രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തതാണ്. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഇനി ഈ നേപ്പാളിനെ ആര് നയിക്കുമെന്നുള്ളത് സംബന്ധിച്ചാണ്. അതിലേറ്റവും പ്രധാനമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കുൽമാൻ ഗിസിങ്ങിൻ്റെ പേരാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് മുൻ വൈദ്യുതി ബോർഡ് ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തെ തീവ്രമായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ച വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ കഴിഞ്ഞ നേപ്പാൾ സർക്കാർ 2016 ഇദ്ദേഹത്തെ പുറത്താക്കിയതായിരുന്നു. ഈ വൈദ്യുതി ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് കുൽമാൻ ഗിസിങ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ജൻസി പ്രക്ഷോഭകർക്കിടയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കൂടി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് കൂടി പരിഗണിക്കുകയും ചെയ്തത്. മറ്റൊന്ന് നമുക്കറിയാം, മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ പേരാണ്. മുൻ ചീഫ് ജസ്റ്റിസ് അവിടുത്തെ DGPയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം DGPയെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അന്നത്തെ സർക്കാരും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഒരുമിച്ച് ചീഫ് ജസ്റ്റിസിനെ അന്ന് ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇവരെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ജൻസി പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ച പേരുകളിൽ ഇവരുടെ പേരുകളും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, സുശീല കർക്കിക്ക് പുറമെ കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ എന്നാണ്. ബാലേന്ദ്ര ഷായുടെ പേരും പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ബാലേന്ദ്ര ഷാ അവിടുത്തെ ഒരു റാപ്പർ കൂടിയാണ്. അവിടുത്തെ ഭരണപക്ഷത്തിനെതിരെ, അവിടുത്തെ അഴിമതിക്കെതിരെ എല്ലാ കാലത്തും പാട്ടുകളിലൂടെയൊക്കെ വലിയ വിമർശനം ഉന്നയിച്ച നേതാക്കളിൽ ഒരാളാണ്. പിന്നീട് കാഠ്മണ്ഡുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, മേയർ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് 61,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയിട്ടുള്ള നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളുടെ പേര് കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ ഈ ജൻസി പ്രക്ഷോഭമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണെന്നുള്ള നിർദ്ദേശം ഈ ഇദ്ദേഹത്തിന് മുന്നിലേക്ക് ജൻസി വിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ തനിക്ക് 35 വയസ്സായതിനാൽ തന്നെ താൻ നേരിട്ട് ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ എല്ലാവിധ പിന്തുണയും താൻ വാഗ്ദാനം നൽകുന്നുവെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഈ 3 പേരുടെ പേരിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ കുൽമാൻ ഗിസിങ്ങിലേക്ക് അന്തിമമായി എത്താനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രക്ഷോഭകർ അടിച്ചു തകർത്ത പല മേഖലകളുണ്ട്. പാർലമെൻറ്റ് മന്ദിരമുണ്ട്, ഒപ്പം തന്നെ സുപ്രീം കോടതിയുണ്ട്. പല ജയിലുകളും ഇത്തരത്തിൽ ആക്രമികൾ ആക്രമിക്കുകയും അവിടുത്തെ ജയിലിൽ കഴിഞ്ഞിരുന്ന അതായത് പ്രതികളെയൊക്കെ പുറത്താക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടന്നു കയറുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ആ അതിർത്തി മേഖലയിൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിശദമായി വിലയിരുത്തുകയും ഒപ്പം തന്നെ സംസ്ഥാനങ്ങളോട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അർദ്ധസൈനിക വിഭാഗങ്ങളോട് അവിടെ കൃത്യമായി പരിശോധന നടത്തുക, മറ്റേതെങ്കിലും തരത്തിൽ ആളുകൾ പ്രവേശിക്കുന്നുണ്ടോ, പലായനം ചെയ്ത ആളുകൾ എവിടേക്ക് വരുന്നുണ്ടോ, അതൊക്കെ നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം UP അതിർത്തിയിൽ നിന്ന് നിരവധി പേരെ പിടികൂടുകയും ചെയ്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ രാജ്യവും കറുത്ത
സുരക്ഷ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിനിടെ പ്രക്ഷോഭകാരികളെ ചിലരെ തടങ്കലിലാക്കിയിട്ടുണ്ട്. ഇവരെ പുറത്തുവിടണമെന്നുള്ള ആവശ്യവുമായും ഈ ജൻസി പ്രക്ഷോഭകർ രംഗത്ത് വരുന്നുണ്ട്. ആര്യ, അതായത് ഇപ്പോഴും പൂർണ്ണമായും നേപ്പാളിന്റെ തെരുവ് വീഥികൾ ശാന്തമായിട്ടില്ല എന്നതാണോ സാഹചര്യം? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോഴും തെരുവിൽ അരങ്ങേറുന്നുണ്ടോ മിഥുൻ? ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് നേപ്പാൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാര്യമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ അക്രമ സംഭവങ്ങളോ ഒന്നും തന്നെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചു എന്നുള്ള ഒരു കാര്യമായിരുന്നു നേരത്തെ പട്ടാള മേധാവി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തൊരു കാര്യം. കാരണം നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മേലുണ്ടായിരുന്ന ആ നിരോധനം അത് കൃത്യമായി ഏകോപിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പിൻവലിക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ശർമ്മ ഒലി അടക്കമുള്ളവർ പുറത്താക്കണം, അല്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യം ശക്തമായി നിങ്ങൾ ഉന്നയിച്ചതായിരുന്നു. പക്ഷേ അതും അംഗീകരിക്കുകയും പ്രധാനമന്ത്രിക്ക് പുറമെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പുറത്തേക്ക് പോയ സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇനി അക്രമ സംഭവങ്ങളിലേക്ക് പോകാൻ പാടില്ല, ഇനിയും ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇതിനോടകം തന്നെ 34ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 100-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അക്രമ സംഭവങ്ങൾക്ക് മുതിരാൻ പാടില്ല, അല്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ പട്ടാള മേധാവിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സമാധാനത്തിന്റെ പാതയിലേക്ക് നേപ്പാൾ നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴുള്ളത് ഈ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ്. ഇനി ആര് നേപ്പാളിനെ നയിക്കുമെന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. യെസ്, തീർച്ചയായും. ജി മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.